ഞാനേ ഒരു യഥാർത്ഥ പാലാക്കാരനാണ്. പാലായിൽ എൻ്റെ ബാല്യകാലം എന്ന് പറയുന്നത് ചെമ്പ്രായി പറമ്പ് റോഡായിരുന്നു. അതിലെ അടിച്ചു കളിച്ച് വളർച്ച ഞാൻ ഇത്ര ആയത്. അതിനുശേഷം ചുരുങ്ങിയ കാലം കൊണ്ട് പാലാപട്ടണത്തിനുണ്ടായ വികസനം വളരെ ആധുനിക രീതിയിലേക്കുള്ള മാറ്റങ്ങൾ വന്നുപോയി. അന്ന് വെറും തകരപ്പുറം പോലെ കിടന്ന ആ ഭാഗമാണ് ഇന്ന് പാലാ പ്രൈവറ്റ് ബസ് സ്റ്റാൻഡായിട്ട് ഉയർന്നിരിക്കുന്നത്. പാലായുടെ നമ്മുടെ മണ്ടലായിട്ട് പാപ്പൻ ചേട്ടന്, കെ എം മാണി സാറ്, കൈപ്പം ബ്ലാക്ക്ലെസ്സിന് അവരുടെയൊക്കെ സംഭാവന ഒരിക്കലും വിസ്മരിക്കാൻ പറ്റുകയില്ല. പാലാക്കാരുടെ ഏറ്റവും വലിയ ഉത്സവമാണ് പാലാ ജൂബിലി. പാലായും പരിസര പ്രദേശത്തും മലബാറിലും വരെ കുടിയേറി പാർക്കുന്നവർ വരെ ഒരുമിച്ച് കൂടുന്ന ഒരു കൂട്ടായ്മയുടെ സമയമാണ്. അത് ഹിന്ദു, മുസ്ലിം, ക്രൈസ്തവ വിഭാഗങ്ങളുള്ള വേർതിരിവില്ലാതെ ഞങ്ങളെല്ലാവരും ഒത്തൊരുമിച്ച് ഏറ്റവും സന്തോഷത്തോടെ കൂടുന്ന ആ കാലഘട്ടം അത് ഞങ്ങളുടെ മനസ്സിൽ നിന്ന് മറക്കാൻ പറ്റുകയില്ല. പാലാ ജൂബിലി എന്ന് പറയുകയാണെങ്കിൽ ഞങ്ങളുടെ സ്വന്തമാണ്, അതിനകത്ത് ഒരു കലർപ്പില്ല. അതുപോലെ തന്നെ നമ്മുടെ സ്വന്തമായിട്ടുള്ളൊരു പ്രസ്ഥാനമാണ് പാലാ മരിത്തം. ഇവിടെ ഈ മരിയൻ സെൻറ്ററിൽ ചികിത്സയ്ക്ക് വരുന്ന കാലത്ത് അന്ന് ഒരു 50 വർഷത്തിന് മിച്ചമായെന്ന് എനിക്ക് തോന്നുന്നു. എൻ്റെ ഇച്ചായൻ, അമ്മ അവരുൾപ്പെടെ അവരുടെ വാർദ്ധക്യകാലം അസുഖത്താൽ എല്ലാം കഴിഞ്ഞ കാലമെല്ലാം ഇവിടെ തന്നെയാണ് കഴിഞ്ഞിരുന്നത്. അവരുടെ മരണശേഷമാണെങ്കിലും എൻ്റെ സഹോദരന്മാരും എനിക്ക് വേണ്ടപ്പെട്ട പലരും ഇവിടുത്തെ ചികിത്സയിലും ആ രീതിയിലും മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നു. ഇപ്പോഴും ഞാൻ എൻ്റെ ഭാര്യയായിട്ട് ഇവിടെ ഡയാലിസിസ് പേഷ്യൻ്റാണ് എൻ്റെ ഭാര്യ. അവരുടെ ചികിത്സയ്ക്കായിട്ട് ആഴ്ച 3 പ്രാവശ്യം ഇവിടെ വരുന്നുണ്ട്. ഇവിടുത്തെ സേവനം എന്ന് പറഞ്ഞാൽ എനിക്കത്ര കൃത്യതയിലാണ് വന്നിരിക്കുന്നത്.